അവിടെ തെങ്ങിന്റെ ഓട്ട അതിന്റെ കിളിക്കൂടെ കാണും ചിലപ്പോ. തലയിട്ട് നോക്കുന്നത് എന്നിട്ട് കിളിയേ തത്തയൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് തത്ത. ചേരയും കാണും. ഇത് തറയിക്കുന്ന കേട്ടാ. നമ്മുടെ ജങ്കാറ് വരുന്ന കേട്ടോ. ദൂ വരുന്ന നമ്മള് പോണ ജങ്കാറ് നമ്മളത്. അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വണ്ടി ഇതിനകത്ത് കയറ്റി പാർക്ക് ചെയ്യാം. കല്ലിസോട കുടിച്ചിട്ടുണ്ടോ? ഇല്ല. അളിയൻ പറഞ്ഞേട്ടോ സൂപ്പറാന്ന്. ഞാനും കേട്ടിട്ടില്ല. സൂപ്പർ സാധനം. ഇത് ഒത്തിരി വർഷം കൊണ്ടേ ഉള്ള കടയാണ് കേട്ടാ. കല്ല് സോഡ 40, മിൽക്ക് സർബത്ത് 40, ഗ്രേപ്പ് സോഡ 50, പൈനാപ്പിൾ സോഡ 50. ഞങ്ങൾ പറയുമ്പോൾ കൊല്ലമാണെങ്കിലും പക്ഷെ ഞാൻ അധികം കറങ്ങാത്തൊരു സ്ഥലമാണ് കൊല്ലം. നമ്മുടെ അവിടെ നിന്ന് എത്ര ദൂരം? നിലമേ കഴിഞ്ഞാൽ പിന്നെ ട്രിവാൻഡ്രം അല്ലേ? ട്രിവാൻഡ്രം അല്ലേ ജില്ലയല്ലേ? തൊട്ടത്തോട് താഴെ അവിടെ തുടങ്ങുന്നത്. കിളിമാനൂരൊക്കെ അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പം ട്രിവാൻഡ്രം പോകാനായിട്ടാണ്. പക്ഷെ നമ്മൾ ജില്ല വെക്കുമ്പോഴത്തേന് നമ്മൾ കൊല്ലം ജില്ലയാണ്. അതാണ്. പക്ഷെ അധികം കൊല്ലത്തോട്ട് അങ്ങനെ വരാറില്ല കേട്ടോ. കൊല്ലം ജില്ലയുടെ അങ്ങ് അറ്റം ബോർഡറാണ്. സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് തോന്നുന്നു ആ ഒഴിക്കുന്ന സാധനത്തിൽ വേറെ എന്തൊക്കെ ഐറ്റം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ ആശ്രമ മൈതാനത്തിൻ്റെ ഓപ്പോസിറ്റ് ഇല്ലേ, ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കിട്ടില്ല സാധനം. അതിൽ നല്ല നീറ്റായിട്ടിരുന്ന ഗ്ലൗ ഒക്കെ ഇട്ട്. എനിക്ക് ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം അടിക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുമെന്ന് അറിയുമോ? കൊച്ചി രാജാവില് ഇന്ദ്രൻസേട്ടെ ഇത് മോർച്ചറി ആയിട്ടുള്ള ടൈപ്പ് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ. മോർച്ചറിന്ന് നേരെ ഇങ്ങോട്ട് വരും. പിന്നെ പറയണ്ടല്ലോ അതിന് എന്റെ മാമന്റെ മക്കളൊന്നുമല്ലല്ലോ ഇവിടെ പഠിക്കുന്നവന്മാര്. നിങ്ങള് കാര്യമൊക്കെ ഉണ്ടാ, നിങ്ങള് കുടിച്ചോ. ഇനിയിപ്പോ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നേരെ നമുക്ക് ഇവിടെ പോവാം, ഹാർബറിൽ പോവാം. അവിടെ നല്ല മീൻകറിയും പൊറോട്ടയും ഒക്കെ കിട്ടും. ഓക്കെ ഗൈസ്, ഞങ്ങൾ വേണ്ട ഹാർബറിൻ്റെ സൈഡിൽ വന്നു കേട്ടോ. കണ്ട് ഇതുപോലെ ഇവിടെ കുറേ തട്ടുകടയുണ്ട്. എല്ലായിടത്തും നല്ല അടിപൊളി മീൻ സ്മെല്ല്, മീൻ്റെ മണമില്ലേ, മീൻ പൊരിച്ചതിൻ്റെയും കറി വയ്ക്കുന്നതിൻ്റെയൊക്കെ. ഞാനും അളിയനോട് ഒരു വട്ടം വന്നിട്ടുണ്ട്. അതിപ്പോഴൊന്നും അല്ല, ഒന്ന് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോഴൊന്നുമല്ല. നമ്മളിവിടെയാണ് മീൻ പിടിച്ചാൽ വന്ന് മറ്റേ ഓല മീൻ മേടിച്ചായിരുന്നല്ലേ. നമുക്ക് മീനുണ്ടോയെന്ന് നോക്കാം, ഉണ്ടെങ്കിൽ മേടിക്കാം. പക്ഷേ ഇപ്പം മീൻ കാണാൻ സാധ്യതയില്ല. കാരണം 2-3 മണിയാവും മീൻ വരുമ്പോഴത്തേന്. അതുപോലെ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് കടലിൽ പോവില്ല ഇവർ. പോവോ? അവിടെ ഇവിടെ ഭയങ്കര തിരക്കടായി. നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടില്ലെന്ന് തോന്നുന്നു. ആ മീൻ പൊരിക്കണ കൊതി ഒരു വെച്ചാൽ ഞാൻ ഇച്ചിരി നേരം പോയി നോക്കി. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഭയങ്കര മണം കേട്ടാ. മറ്റേ വലിയ മീൻ ഏതാ? ഓലനെ? ഓലാണെന്ന് അറിയാൻ വയ്യ. നമുക്കത് മേടിക്കാം ഒരെണ്ണം. കണ്ടിട്ട് നല്ല രസമുണ്ട്. അമൂറാന്ന് തോന്നുന്നു കണ്ടിട്ട്. അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ, ആളൊഴിയുന്നില്ല. അതാണൊരു പ്രശ്നം. ആളൊഴിഞ്ഞാലേ കഴിക്കാൻ പറ്റൂ. സുഹൃത്തുക്കളെ, നമ്മൾ ആ കടയിൽ നിന്ന് ഇവിടുത്തെ കടയിലോട്ട് വന്ന കേട്ടോ. അവിടെ ഇരുന്ന് കഴിച്ച 2-3 പേര് പറഞ്ഞ് അവിടെ അത്ര പോരാ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് വെച്ചിട്ട് അവിടെ നിന്ന്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ പോയത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അന്ന്. പക്ഷെ അവർ കഴിച്ചതുമില്ല അധികം. അവർ ഫുഡ് ഭയങ്കരമായിട്ട് ബാക്കി വെച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിക്കാമെന്ന്. നമ്മൾ ഹമൂർ പറഞ്ഞ് പിന്നെ നെത്തോലിയും പെറോട്ടയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരട്ടെ. പിന്നെ മറ്റേ അന്ന് നമ്മൾ ഹമൂർ കഴിച്ചത് അന്ന് അളിയനില്ലായിരുന്നു. ബിഗ് സൈസ് അല്ല, ഒരു മീഡിയം സൈസ്. അന്ന് നമ്മൾ കഴിച്ചത് ഹമൂറായിരുന്നോ? കഴിച്ചായിരുന്നല്ലേ? ശരിയാ. അന്ന് പൊള്ളിച്ചതാണ് കഴിച്ചത് നമ്മൾ, പൊരിച്ചതല്ല. ഇത് പൊരിച്ചത്. പിന്നെ ഇവര് തൂക്കം നോക്കിയിട്ടല്ല വിലയിടുന്നത്, നോക്കി വിലയാണ്. 10 പൊറോട്ടയുണ്ട്. നെത്തോലി എത്തി. മുരിഞ്ഞാണോ?
അടിപൊളി. നാരങ്ങ നല്ല മുരിഞ്ഞ കേട്ടോ. ചൂട് മീൻ കറി. ഓക്കെ. അടിപൊളി. പണിക്ക് പോകുന്ന ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെങ്ങനെ അവരുടെ ഒരു സ്റ്റൈല്. ഇവിടെ വന്നാൽ നല്ല ഫ്രഷ് മീൻ കഴിക്കാം കേട്ടോ. വൈകുന്നേരം ഈ സമയം വന്നാൽ മതി. ചോറ് വേണം അതിൽ കറക്റ്റ് ഇതിന്. നോക്കൂ. ഹമൂറത്തി സെറ്റ്. ഇതിൻ്റെ മണ്ടയിൽ ഇവരൊരു പൊടി ഇടും കേട്ടോ. വേണ്ടോ പീസ് എടുത്ത് നോക്കാം. നല്ല ഫ്രഷ് മീറ്റ. കിടല് മീനല്ലേ? പീസ് ഇങ്ങോട്ട് കിള്ളി എടുക്കാം. നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ട് ആക്രാന്തം കാണിക്കാൻ പറ്റില്ല. ചൂട് നല്ല ടേസ്റ്റ്. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പൊറോട്ടയും തീരും, മീനും തീരും, പൈസയും തീരും, ഇതെല്ലാം തിന്നും. ഞാൻ ഇന്ന് ആകെ കഴിച്ചത് ഏത്തപ്പഴം മാത്രമോ. ഏത്തപ്പഴം 2 മുട്ട. നല്ല ഷുപ്പ്. എന്തൊരു പറയുന്നേണ്ട അതാ. വാലിന് വരെ ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾ ഇവിടെ ഒന്ന് ഉറപ്പായിട്ടും കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ്. എടാ മീറ്റൊക്കെ ഉണ്ടോ? പെർഫെക്റ്റ് കുക്ക്. എന്തുകൊണ്ട് അവിടുന്ന് കയറാതെ ഇങ്ങോട്ട് വന്ന് നന്നായി. ഹമൂർ പിന്നെ അത്ര വലിയ ഹമൂർ അല്ലത്, മനസ്സിലായോ? അന്ന് നമ്മൾ കഴിച്ചത് ഇതിൽ നിന്നും വലുതായിരുന്നു. നെത്തോലി മേടിച്ച് എല്ലാം കൂടെ 759 രൂപയായിട്ടോ. പട്ടി 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 അങ്ങോട്ട് പോണു. ഞാൻ എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പെനി ഐസ്ക്രീം നമ്മൾ കഴിച്ച ഓർമ്മ. ഞാൻ ഒറ്റ കഴിച്ചിട്ടുള്ളൂ. നമ്മൾ അന്ന് ഒരു വട്ടം വന്നപ്പോഴത്തേന് കൊല്ലത്ത് വന്നപ്പോഴത്തേന് കഴിച്ചിട്ടോ ഞാൻ. പാൽപ്പായസത്തിൻ്റെ, ചക്കപ്പഴത്തിൻ്റെത് അങ്ങനെയൊക്കെ ഇല്ലേ? ഉണ്ടാക്കി തരുമോ? അല്ല അതേ ഉള്ള കസ്റ്റം ഇല്ല. കസ്റ്റമില്ല. ഓക്കെ ഓക്കെ. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല അടിപൊളി സാധനം. അവക്കാഡോ ആക്കാം, മറ്റേ സാധനം ഇല്ല. ഈ വാലന്റൈൻസ് ഡേ പഴയതാ? റെഡ് വെൽവെറ്റാ? കേക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അത് പിന്നെ നോക്കാം. അച്ഛാ ഊപ്പർ ഐസ്ക്രീമാ. ഐസ്ക്രീമാണ്. ഐസ്ക്രീം അല്ല, മറ്റേ ഇത് ചോക്കോബാറിന്റെ. ചോക്കോബാർ അല്ല, ദിസ് ഈസ് ഐസ്ക്രീം. മാംഗോ ആർക്കാ ഇഷ്ടം? എനിക്ക് അവക്കാഡോ. അപ്പൊ ഇതല്ലേ മാംഗോ? ഇതല്ലേ മാംഗോ? ഇത് കഴിക്കുമ്പോഴേ കറക്റ്റ് ആ ഫ്രൂട്ട് കഴിക്കുന്ന കണക്ക് വരും ടേസ്റ്റ്. അത്രയ്ക്ക് സൂപ്പറാ. അതാ പ്രത്യേകത. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചത് കേട്ടോ. അതും കൊല്ലത്ത് നിന്ന് ഇവിടുന്ന് തന്നെ കഴിച്ചത്, വേറെ അങ്ങനെ കഴിച്ചിട്ടില്ല. ഇതിങ്ങനെ ആയില്ലളിയാ അലിഞ്ഞ്. എങ്ങനെയുണ്ട്? അത് കറക്റ്റാ. കറക്റ്റ് ആ ഫ്രൂട്ട് കഴിക്കുന്ന. പക്ഷേ ഇത് അലിഞ്ഞു പോയി, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ഇതേതാ? അവക്കാടോ? കഴിക്കാത്തവരുണ്ടെ കഴിച്ചു വെക്കുന്നത് നൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിടിച്ചമ്മ. കറക്റ്റ് ആ ഫ്രൂട്ട് കഴിക്കുന്ന പോകും. ഇതിനകത്ത് എവിടെ മാങ്ങേനി അളി മാങ്ങ എന്ന് നോക്കിയാണ്. അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ട. എന്ത് ഇതിന്റെ പേരെന്താ? ദാവൂദാ? ഇത് ദാവൂദ്. അച്ഛ ട്രൈ കേറിയത്? അച്ഛ കേറിയിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇല്ല, ഇവര് പിടിക്കും. പിടിച്ചോണ്ടേ പോകത്തുള്ളൂ.
ഇത് എങ്ങനെ കയറ്റും ബ്രോ? നല്ല വെയിറ്റ് ഉണ്ട്. ഇത് താങ്ങുമോ? കുഴപ്പമില്ല. അച്ഛൻ കേറാൻ പോവാണ്. പാവം അച്ഛനെ എടുത്തെറിഞ്ഞിരിക്കുന്നു. പതുക്കെ പോട്ടെ. അതിന് നല്ല സുഖമില്ല. അത് പാവം വെയിറ്റ് താങ്ങുന്നില്ല. അത് കാലിതായി പോണ അതിന്റെ. എങ്ങനെയുണ്ട്? അവർ ഫോട്ടോ എടുക്കണം. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സെറ്റ് ഏർപ്പാടാ. പക്ഷെ ആദ്യം ഒരു ഭയപ്പാടില്ല. എങ്ങനെയാണെന്നറിയാമോ? കാല് വിലപ്പിച്ച് കഴിയുമ്പം പിന്നെ പ്രശ്നമില്ല. നമ്മൾ ആദ്യം കയറുമ്പോൾ ഇതിനകത്ത് പിടിക്കാനൊന്നും ഇല്ലാന്ന് നമുക്ക് തോന്നും. ഗിയർ നമ്മുടെ അവരല്ലേ പിന്നല്ലാതെ. അയ്യോ അത് തോ പോണാ. അത് ആദ്യം അച്ഛൻ കേറിയപ്പോഴേ ആ കുതിരയുടെ കാല് മടങ്ങിപ്പോയി. ഞാൻ വിചാരിച്ച പാവം അത് ഇത്രയും വെയിറ്റ് താങ്ങുമെന്ന് തോന്നുന്നു. 100 കിലോ എടുത്ത മണ്ട വീണില്ല. അതാ പാവം അതിന്റെ കാല് വളർന്നു പോയിടേ. അതിന്റെ കാല് അച്ഛൻ കേറിയപ്പോ ഡബിൾ കണക്കായത്. പക്ഷെ അച്ഛന് ഊട്ടി പോയപ്പോഴേ കേറണമെന്നില്ലായിരുന്നു. അന്നേ കേരളമൊക്കെ ഉണ്ട്, ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ സാധിച്ചു. ഇത് പാവം കുതിര. അന്ന് അത് സീന. അതിനകത്ത് കയറിയെങ്കിൽ നമ്മുടെ കാര്യം തീർന്ന്. അമ്മയ്ക്ക് കയറണോ അമ്മ? എന്നാലും അച്ഛൻ്റെ ആ ഒരു തൊലിക്കടി ഞാൻ സമ്മതിച്ചു. കാരണം ഇത്രയും ആൾക്കാർ ഞാൻ ഒരിക്കലും ഞാൻ കയറത്തില്ല. അച്ഛൻ്റെ ആ ഒരു ഗട്ട്സ് ഉണ്ടല്ലോ അത് ഞാൻ സമ്മതിച്ചു. കയറുമെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. നീ കയറുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കയറത്തില്ല. പണ്ട് ഞാൻ കയറിയിട്ടുണ്ട്. അന്ന് ഇത്ര ആളില്ല. അന്ന് ഞങ്ങള് ശംഖുമുഖത്ത് വെച്ചിട്ട് പണ്ട് ഒരു ജാരി വിളയിലൊക്കെ കയറിയിട്ടുണ്ട്. അച്ഛൻ്റെ സമ്മതിച്ചേട്ടോ. എന്നിട്ട് അച്ഛൻ പോയപ്പോഴും അവിടെ നിന്ന് ചേച്ചി പറയുന്നത് കൊച്ചുവിൻ്റെ അച്ഛല്ലോ പോളെ. രാവിലെ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. 10 മണിയാ. ഇത് വെള്ളം കാണുന്നവരെ ഇവര് കുഴിക്കും കേട്ടാ. അടുത്ത ഷിഫ്റ്റായി. ഷിഫ്റ്റിംഗ് ആണ്. കേറാനായിട്ട് പടി വിട്ടണ്ടേ. ഇടയ്ക്ക് ആ പാവപ്പെട്ട കുതിര ഇതുവഴി വരും കേട്ടാ. അതിനെ നോക്കിക്കോണേ. ദൈവമേ അമ്മ ഇതിന് വന്നെങ്കിൽ ഞാൻ അതിനകത്ത് വീണാനായിരുന്നു. അപ്പം സ്ട്രോങ് ആട്ടാ. അവന്റെ കാല കോരുന്ന മണ്ണ് ഒരുപാട് വരുന്നുണ്ട്. സ്പീഡും ഉണ്ട്, ഭയങ്കര സ്പീഡായി. വൻകോരാണ്. സിൽവർ. ഇത് എന്താണ് ഒരു ഉദ്ദേശം? ഈ കുഴീന്റെ ഒരു എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കുഴി കൊണ്ട് ചൈന എത്തണം. ഇതുവഴി കുഴിച്ചിട്ട് ഈ കടലൊക്കെ കഴിഞ്ഞിട്ട് ചൈന എത്തണം. അതാണ് പരിപാടി. എടാ പെട്ടെന്നാവട്ടെ. ഒരു 10 മണിക്ക് മുന്നേ നീ ചൈന എത്തണം. ഞാൻ അത് കണ്ടിട്ടേ പോളുള്ളൂ. ഇതാണ് കേട്ടോ മറ്റേ കുടം തലയിൽ ഇടിച്ചിട്ട് വരുന്ന ആള്. ലാസ്റ്റ് വെള്ളമായിട്ട് വരും ലളിയാ. അതെ. ആ മെസ്സി ഉണ്ടല്ലോ. മെസ്സി കമാൺ. മെസ്സി ഇറങ്ങുന്നില്ലേ? എന്താണിത്? എടാ ഇതിപ്പോ ഭയങ്കര കുഴിയായി കേട്ടാ. ആരെങ്കിലും ഇതുവഴി നടന്നു പറഞ്ഞാൽ ഇതിനകത്ത് വീഴും. പിന്നിട്ട് മൂടിയാ മതി. ചൈന എത്തിയിട്ട് ഒരു മിസ് കോൾ അടിക്കട്ടോ. ഓക്കെ അപ്പൊ ടാറ്റ. ഓൾ ദ വെരി ബെസ്റ്റ്. പണ്ട് അപ്പുറത്ത് വീട്ടിലില്ലായിരുന്ന അവിടെ നിപ്പുണ്ട്. മുഴുത്ത കേട്ടോ. ഓ അടിപൊളി. നമ്മൾ നേരെ ഹാർബറിൽ വന്നിട്ടാ മീനും കൂടെ മേടിച്ചിട്ട് പോവാം. എന്തായാലും വന്നതല്ലേ. മീനിങ്ങനെ ഓരോന്ന് വന്നോണ്ട്. ഇപ്പൊ ഏതൊക്കെ മീൻ വന്നു നിലവിൽ? പരവ, കരൽ, പിന്നെ എല്ലാം കൂടെ ഉള്ളതൊക്കെ മിക്സാണ് വരുന്നത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ. മെയിൻ ബോട്ടുകൾ വന്നിട്ടില്ല. മെയിൻ ബോട്ടൊക്കെ വരുമ്പോഴേ 2 മണി 3 മണിയൊക്കെ ആവും കേട്ടോ. ചെറിയ മീൻ സ്മാൾ. പിന്നെ ഇവിടെ ഇതുള്ള അവിടെ പോകണം.
ഈ കേരച്ചൂര കിട്ടൂലേ? രാവിലെ രാവിലെ വരാറാവുന്നേ 2 മണിക്കൊക്കെ വരും. അവിടെ കൊണ്ട് നിരത്തി കൊണ്ടുപോയി ആ ബോട്ടില്. ഇവിടെ അതല്ല, ഇവിടെ അപ്പോൾ കൊണ്ടുവരും കുറച്ചിനെ എടുത്തോളാം. 500 കുറച്ച് വിളി നിങ്ങൾ വിളി 300 വിളിയുണ്ട്. 310. ഞാനല്ല വിളിച്ച അച്ഛനെ വിളിച്ചത്. ഇതിനകത്ത് 10 ഇല്ല. 350 അച്ഛനെ 300 അന്നാ ഇതിന്റെ പിന്നെ 310. അപ്പൊ അവിടുത്തെ 10 രൂപയുടെ വിളി വിടില്ല. അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അപ്പുറത്ത് ചേട്ടൻ അത് അറിയാത്തോണ്ട് കേട്ടോ, പുള്ളി ആദ്യമായിട്ടൊന്നുമല്ല, ഇവിടെ ഒരു 5-6 വട്ടം വന്നിട്ടുണ്ട് അച്ഛൻ വിളിക്ക്. അച്ഛൻ ഒരു വട്ടം വന്നിട്ട് നമ്മള് വലിയ മീൻ എത്ര രൂപ? 1000 രൂപയ്ക്ക് ഇപ്പോഴത്തേക്ക് പറയില്ലേ, ഞാനെന്നെ വിളിച്ച അച്ഛനെ വിളിച്ചത്. അല്ല, എന്നെ നോക്കിട്ട് പറയുന്നത് 10 രൂപയുടെ വിളിയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല പറഞ്ഞത്, അച്ഛനോട് പറഞ്ഞത്. അല്ല, എല്ലാരും കൂടെ എന്നെ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല പറഞ്ഞത്. 50. മടുത്ത്. എന്തിനാ പിടിച്ച? ചൂരയുണ്ട്, എല്ലാം കൂടെ ഉണ്ട് കേട്ടോ മീൻ. എത്ര രൂപ വെച്ചാൽ? 1350 അല്ലേ? 1350 രൂപയ്ക്ക് ഇത്ര മീൻ കിട്ടി. ഇത് തട്ടിയിടുമ്പോ കുറെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം മീനുണ്ട്. ഇത് ഏതാ ഇത്? എല്ലാം ഉണ്ട്. ചൂരയുണ്ട്, 3, 4 ചൂരയും അയലയും കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ആണ്. ചൂര തോനെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ചൂര തോനെയുണ്ട്, നാടൊന്നുമില്ല. നമ്മൾ ഒരു മീനായിട്ട് തന്നെ കിലോ ആയിട്ട് തൂക്കി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടുകാർക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ കുറെ വീട്ടുകാർ കൂടിയിട്ട് വരണം അല്ലേ മാ? എന്നാ ലാഭമാണ്. അല്ലാതെ നമ്മൾ മാത്രം വന്നിട്ട് ഒരു 20 കിലോ ചൂര ഒഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അച്ചാറൊക്കെ വെക്കാം. കൂടുതലും കിലോയ്ക്കാണ് വിളിക്കുന്നത്. നമ്മൾ ഇത്ര സമയം എടുത്തത് കേട്ടോ. എന്തായാലും നല്ല ഫ്രഷ് മീൻ മേടിക്കാം കേട്ടോ. വന്നു കഴിഞ്ഞാൽ നേരെ വീട്. ഇപ്പം തന്നെ സമയം 11:45 കഴിഞ്ഞിട്ടുണ്ട്. നിന്ന് കഴിഞ്ഞാൽ നല്ല ലാഭത്തിന് മേടിക്കാൻ പറ്റും. ഒത്തിരി ആളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ലാഭത്തിന് മീൻ മേടിച്ചെടുക്കാം. പക്ഷെ ഭയങ്കര രസമുണ്ട് ഈ മീൻ വിളിക്കുന്ന കാണാൻ. പുതിയ പുതിയ വെറൈറ്റി സൈസ് മീനുകൾ വരും. അതൊക്കെയാണ് കൈ സംഭവം. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. ഇനി നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക. ഒരു കിടിലൻ ഡേ ആയിരുന്നു, ഒരു വലിയ ഡേ ആയിട്ട് തോന്നുന്നല്ലേ? എന്തൊക്കെയോ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത പോലെ തോന്നുന്നു. ഒരുപാട് സംഭവമാണല്ലേ ഇത്. കൊല്ലം മൊത്തത്തിൽ കറങ്ങിയ നിരങ്ങിയെന്നാണെങ്കിലും പറയാം. എന്ത് നിരങ്ങിയില്ല, ഞാൻ കറങ്ങിയതേ ഉള്ളൂ. ഞാൻ നിരങ്ങിയൊക്കെ അച്ഛൻ നിരങ്ങി, ഇതിനകത്ത് കുതിരയിലൊക്കെ കയറിയിരുന്ന് നിരങ്ങി. ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ആണ്. ബൈ.